Hi dears, നമ്മുടെ JEE മെയിൻ്റെ സെക്കൻഡ് ഫേസ് എക്സാമിനേഷനിലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മുടെ 15 ഡേ സ്റ്റഡി ചലഞ്ചും LMRP ഒക്കെ വളരെ സക്സസ്ഫുള്ളി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പാർട്ടിസിപ്പേഷനൊക്കെ വളരെ റിമാർക്കബിൾ ആണ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ടെൻഷനൊന്നും അടിക്കേണ്ട, അങ്ങനെ തന്നെ പഠിച്ച് മുമ്പോട്ട് പോവുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പം കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് മെയിൻലി നമുക്ക് രണ്ട് ടൈപ്പ് സ്റ്റുഡൻസ് ആണുള്ളത്. ഒന്ന്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കരിയർ ഓപ്ഷൻസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആ കരിയർ ഓപ്ഷനിലേക്ക് എത്താനുള്ള എൻട്രൻസ് എക്സാം മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥികൾ. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് വൈസായിട്ട് ഒരുപാട് എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ശരിക്കും ഡിഫറെൻറ്റ് കരിയർ ഓപ്ഷൻസ് പിന്നീട് ഓപ്റ്റ് ചെയ്യാം എന്നുള്ളൊരു സേഫ് സോൺ നിന്നുകൊണ്ടാണ് അവർ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നടത്തപ്പെടുന്ന ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ സിലബസും +1 +2 NCERT ആണ്. +1 +2 NCERT ആക്ച്വലി വലിയ ഒരു കടൽ പോലെ വ്യാപിച്ച് കിടക്കുന്ന സിലബസ് ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ആ ടെക്സ്റ്റ് ബുക്കിനെ വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി എഴുതേണ്ട പരീക്ഷയാണ് JEE എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ JEE മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് NCERT നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ആ ഒരു ഓറിയൻറ്റേഷനോട് കൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നതും. നിങ്ങൾ അങ്ങനെ തന്നെയാണ് പ്രിപ്പയർ ചെയ്തതും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റുകളാണ് ഈ മറ്റു എൻട്രൻസ് എക്സാമുകൾ. ഇപ്പം JEE മെയിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ JEE മെയിൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റു എൻട്രൻസ് പരീക്ഷകളെക്കുറിച്ച് നല്ലൊരു അവയർനെസ് ഉണ്ടാവണം, അവയെല്ലാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളെ കോർ പ്രിപ്പറേഷനെ ബാധിക്കാത്ത രൂപത്തിൽ JEE മെയിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ പ്രിപ്പറേഷനെ ബാധിക്കാത്ത രൂപത്തിൽ മറ്റു എൻട്രൻസ് എക്സാമുകളെ കുറിച്ച് അറിയുക. ആ എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ടൈം സ്പെൻഡ് ചെയ്യാതെ ആ എക്സാം രജിസ്റ്റർ ചെയ്ത് എഴുതുകയും ചെയ്യാം. കാരണം നിങ്ങൾ വേറൊരു എഫേർട്ട് അതിന് ഇടേണ്ട ആവശ്യമില്ല. JEE പ്രിപ്പറേഷൻ ഇസ് ഇനഫ് ഫോർ ദീസ് കൈൻഡ് ഓഫ് എക്സാമിനേഷൻ. അത്തരം എക്സാമിനേഷൻസ് ഏതൊക്കെ ഉണ്ടെന്നും അതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും എക്സാമിനേഷൻ നടക്കുന്ന തീയതികളുമാണ് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഇതിൽ പറ്റുവാണെങ്കിൽ എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും രജിസ്റ്റർ ചെയ്ത് എഴുതുക. അപ്പോൾ ചില എക്സാമിൻ്റെ രജിസ്ട്രേഷൻ കോസ്റ്റൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയ കോസ്റ്റ് വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആവുന്ന രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടേസ്റ്റിന് ആപ്റ്റ് ആവുന്ന രൂപത്തിലുള്ള എക്സാമുകളൊക്കെ സെലക്ട് ചെയ്ത് അതൊക്കെ എഴുതി മുമ്പോട്ട് പോവുക. കാരണം നമുക്ക് എപ്പോഴും ഡിഫറൻറ്റ് കരിയർ ഓപ്ഷൻസ് മുന്നിൽ കാണുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത്തരത്തിലുള്ള എൻട്രൻസ് പരീക്ഷകൾ ഇത് ചിലതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും, ഓൾറെഡി എഴുതാൻ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങളെ ശ്രദ്ധയിൽപ്പെടാത്ത ഏതെങ്കിലും എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് എങ്കിൽ അതും കൂടെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ കേരളത്തിൽ നടത്തപ്പെടുന്ന ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ, എഞ്ചിനീയറിംഗ് മാത്രമല്ല പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട് നമുക്കറിയാം, കീം എൻട്രൻസ് എക്സാമിനേഷനാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ്റെ അവസാന തീയതി വരുന്നത് മാർച്ച് 10 ആണ്. എക്സാമിനേഷൻ നടക്കുന്നത് ഏപ്രിൽ 24 മുതൽ 30 വരെയാണ്. ഷിഫ്റ്റ് ബേസ്ഡ് ആണ്, CBT മോഡലാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. JEE നടക്കുന്ന പോലെ തന്നെയാണ് കീമും നടക്കുന്നത്. രണ്ടാമത്തത് കുസാറ്റ് ആണ്. ഇപ്പോൾ കേരളത്തിലെ കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിലെ വൺ ഓഫ് ദ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഒരുപാട് വെറൈറ്റി കോഴ്സുകളൊക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ എക്സാമിനേഷൻ, കുസാറ്റിലേക്കുള്ള അഡ്മിഷന് വേണ്ടി നടത്തപ്പെടുന്ന കുസാറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യേണ്ട അവസാനത്തെ തീയതി മാർച്ച് 10 ആണ്. കീമിൻ്റെ അതേ ലാസ്റ്റ് ഡേറ്റ് തന്നെയാണ് വരുന്നത്. എക്സാമിനേഷൻ നടക്കുന്നത് മെയ് 10, 11, 12 തീയതികളാണ്. ദെൻ ക്വേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ, അതും വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ്. അതിൻ്റെ പോപ്പുലാരിറ്റി കുറച്ച് കുറവാണ്, പക്ഷേ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ്. തീർച്ചയായിട്ടും എല്ലാ സ്റ്റുഡൻസും, ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതേണ്ട പരീക്ഷയാണ്. കാരണം ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട്, ട്രഡീഷണൽ ആയ ഡിഗ്രി കോഴ്സുകളുണ്ട്. അങ്ങനെ ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉള്ള വളരെ വൈഡ് ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷൻസ് ഓഫർ ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് ക്വേറ്റ്. തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. JEE മെയിൻ്റെ അത്ര ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് ക്വേറ്റ്. അതറിയാതെ പോരുത്. ആ എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മാർച്ച് 22 ആണ്. എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് 8 മുതൽ, അതായത് മെയ് 8 മുതൽ ജൂൺ 1 വരെയുള്ള സമയങ്ങളിലാണ് അതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട പരീക്ഷ വരുന്നത് VIT-EEE ആണ്. VIT-EEE ലാസ്റ്റ് ഡേറ്റ് വരുന്നത്, രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മാർച്ച് 31 ആണ്. എക്സാമിനേഷൻ നടക്കുന്ന തീയതി ഏപ്രിൽ 20 മുതൽ ഏപ്രിൽ 27 വരെയുള്ള സമയങ്ങളിലാണ്. ബിഗ് സാറ്റ്, നെക്സ്റ്റ് എൻട്രൻസ് എക്സാമിനേഷൻ, വളരെ ഇന്ത്യയിലെ വളരെ പോപ്പുലറായ എൻട്രൻസ് എക്സാമിനേഷനാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, നിങ്ങളുടെ ലിസ്റ്റിലുള്ള എക്സാമിനേഷൻ ആയിരിക്കും. അത് ഏപ്രിൽ 18 ആണ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. എക്സാമിനേഷൻ നടക്കുന്നത് 2 ഷിഫ്റ്റിലായിട്ടാണ്, 2 ഘട്ടങ്ങളായിട്ടാണ്. ആദ്യ ഘട്ടം നടക്കുന്നത് മെയ് 26 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ്. രണ്ടാമത്തെ ഘട്ടം നടക്കുന്നത് ജൂൺ 22 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിലാണ്. ദെൻ AEEE എക്സാമിനേഷൻ, അമൃത വിദ്യാലയ, ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കുന്നതാണ്. AEEE എക്സാമിനേഷൻ്റെ, AIEEE അല്ല, AEEE എക്സാമിനേഷൻ എക്സാമിനേഷന് രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി
മെയ് 2-നാണ് എക്സാമിനേഷൻ നടക്കുന്നത്. മെയ് 7 മുതൽ 11 വരെയാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റും എക്സാമിനേഷൻ ഡേറ്റും തമ്മിൽ ചെറിയ ദിവസങ്ങളുടെ ഗ്യാപ്പേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് മണിപ്പാൽ ഇ ടെസ്റ്റ്. മാർച്ച് 15-ആണ് ലാസ്റ്റ് ഡേറ്റ്. എക്സാമിനേഷൻ നടക്കുന്നത് ഒക്ടോബർ 14 മുതൽ 15 വരെയുള്ള തീയതികളിലാണ്. അനദർ ഇമ്പോർട്ടൻറ്റ് എക്സാമിനേഷൻ ഇസ് SRM JEE. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് പരീക്ഷയാണ്. 3 ഫേസുകളിലായിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത 3 ഫേസിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്നതാണ്. അതിൽ ഫേസ് 1 രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ 16, ഫേസ് 2 ജൂൺ 6, ഫേസ് 3 ജൂൺ 30. എക്സാമിനേഷൻ നടക്കുന്നത് റെസ്പെക്റ്റീവ്ലി ഫേസ് 1 നടക്കുന്നത് ഏപ്രിൽ 22 മുതൽ 27 വരെ, ഫേസ് 2 നടക്കുന്നത് ജൂൺ 12 മുതൽ 17 വരെ, ആൻഡ് ഫേസ് 3 ജൂലൈ 4 മുതൽ 5 വരെ. ആ ഒരൊറ്റ ദിവസമാണ് ഫേസ് 3 നടക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് പരീക്ഷയാണ്. റിസർച്ച് ഫീൽഡിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. നൈസർ ഉൾപ്പെടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു എൻട്രൻസ് പരീക്ഷയാണ് നെസ്റ്റ് എക്സാമിനേഷൻ, നാഷണൽ എൻട്രൻസ് സ്ക്രീനിംഗ് ടെസ്റ്റ്. നെക്സ്റ്റ് എക്സാമിനേഷൻ നടക്കുന്ന തീയതി ജൂൺ 22-ആണ്. എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ അവസാനിക്കുന്നത്, അതായത് ലാസ്റ്റ് ഡേറ്റ് ഫോർ രജിസ്ട്രേഷൻ മെയ് 9-ആണ്. ആൻഡ് ഫൈനലി നമ്മുടെയൊക്കെ സ്വപ്നമായ IIT-യിലേക്ക് എത്താൻ വേണ്ട JEE അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ. JEE അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കാൻ സാധ്യതയുള്ളത് ഏപ്രിൽ ലാസ്റ്റ് വീക്കിലാണ്. കാരണം JEE മെയിൻ്റെ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ നടന്ന് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും JEE അഡ്വാൻസിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുക. അപ്പോൾ ഒരു ഏപ്രിൽ 20-ന് ശേഷമായിരിക്കും JEE അഡ്വാൻസിൻ്റെ എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ ഓപ്പൺ ആവാൻ പോകുന്നത്. എക്സാമിനേഷൻ നടക്കുന്നത് നമുക്കറിയാം മെയ് 18-നാണ് JEE അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യയിൽ നടത്തപ്പെടുന്ന പോപ്പുലറായ വളരെ പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമുകൾ. ഇതല്ലാതെ വേറെ എൻട്രൻസ് എക്സാമുകളുണ്ട്. പക്ഷേ നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്തായാലും നമ്മൾ +1 +2 NCERT ടെക്സ്റ്റ് ബുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് കൃത്യമായി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ള നിലക്ക് എല്ലാ പരീക്ഷയും പറ്റാവുന്നത്ര എല്ലാ എൻട്രൻസ് എക്സാമും എഴുതുക. കാരണം നമ്മുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ വലുതാണ്. സോ നമ്മൾ എക്സാം എഴുതാത്തതിൻ്റെ പേരിൽ നമുക്ക് ആ ഒരു അവസരം നഷ്ടപ്പെട്ടുകൂടാ. അപ്പോൾ ഈ എക്സാമിനേഷനെ കുറിച്ച് അറിയാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ആ അവസരം നഷ്ടപ്പെടാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ അടിപൊളിയായിട്ട് നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക. എല്ലാ കാര്യത്തിലും സൈലം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. താങ്ക് യു സോ മച്ച്. ബൈ, ഓൾ ദി ബെസ്റ്റ്.